ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പം ഇതൂട്ടിയുടെ സ്കൂളിലേക്കുള്ള ബുക്ക് റാപ്പ് ചെയ്യുക, അതേപോലത്തെ അവസാനഘട്ട പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ആ ഒരു പണിയിലാണ് ഞാൻ. എല്ലാത്തിലും അവർക്ക് എല്ലാ സ്റ്റേഷനറി ഐറ്റംസിലും ബുക്സിലും ഒക്കെ പേരൊക്കെ എഴുതി വിടാനാണ് ടീച്ചർ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും അവസാനഘട്ട ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇതൊക്കെ ഇതൂട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബുക്സും കാര്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണ് കിട്ടിയതെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് ബുക്ക് പൊതിയാനുള്ള പേപ്പർ കേട്ടോ, പിന്നെ സ്റ്റിക്കി നോട്ട്സ്, പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ സ്ലേറ്റ് അല്ലേ, ഇവർക്ക് മറ്റേ ഇങ്ങനെ വൈപ്പ് ചെയ്യാൻ പറ്റിയ ബോർഡില്ലേ, വൈറ്റ് ബോർഡ്, അതാണ് കിട്ടിയത്. പിന്നെ ഒരു ഫയല്, പിന്നെ മാത്സല്ല പാറ്റേൺസ് പഠിക്കാനുള്ളൊരു ബുക്ക്, ഇങ്ങനെ പാറ്റേൺസ്. പിന്നെ ആൽഫബറ്റ്സിന്റെ സ്മോൾ ലെറ്റർ ആണ് കേട്ടോ ഉള്ളത്. ക്യാപിറ്റൽ ലെറ്റർ ഇനി എപ്പോഴാന്ന് എനിക്ക് അറിയില്ല. ഏതായാലും ഇതാണ് കിട്ടിയിട്ടുള്ളത്. ഈ ബുക്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ലേൺ ടു കൗണ്ട് എന്നുള്ളതിൻ്റെ 1 2 3യുടെ ഒരു 10 വരെയുള്ള ഒരു ബുക്ക്. പിന്നെ ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട്, വേറൊരു ഡ്രോയിങ് ബുക്ക്. ഒന്ന് ഡ്രോയിങ് ബുക്കും ഒരു സ്കെച്ച് ബുക്കുമാണ്. പിന്നെ ഒരു 4 ലൈനും ഒരു സ്ക്വയർ ബുക്കും. ഇതിൽ മാത്സ് എഴുതാനുള്ളതാണ് 1 2 3 സ്ക്വയർ ബുക്ക്. മറ്റേ 4 ലൈൻ അറിയാലോ, ആൽഫബറ്റ്സ് എഴുതാനുള്ളത്. പിന്നെ ഒരു ക്ലേന്റെ സെറ്റ്. ഇതെല്ലാം സ്കൂളിൽ കൊടുത്തു വിടേണ്ടതാട്ടോ, അവർക്ക് വേണ്ടതാണ് ഇതൊക്കെ. പിന്നെ ഒരു ഫാബ്രിക് പെയിന്റിന്റെ ഒരു സെറ്റ്. ഫാബ്രിക് പെയിന്റ്, പിന്നെ ഒരു ഫയലിലുള്ളത് മാർക്കർ 2 സെറ്റ് മാർക്കർ ഉണ്ട്. ഈ മാർക്കർ മറ്റേ ഇതിനുള്ളതാണ് കേട്ടോ, നമ്മുടെ വൈറ്റ് ബോർഡിൽ എഴുതുന്ന മാർക്കറാണ് ഇത്. പിന്നെ കത്രിക, സിസർ. ഇത് ഇവർക്ക് പേപ്പർ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ, കൈ മുറിയില്ല, അങ്ങനത്തെ സേഫ് ആയിട്ടുള്ളതാണ്. പിന്നെ എറേസർ, 2 ഗമ്മ്, പിന്നെ കളർ പെൻസില്, ക്രയോൺസ് ആണ് കേട്ടോ അത്. പിന്നെ പെയിന്റിന്റെ ബ്രഷ്. പിന്നെ ഉള്ളത് എന്താണ്, ഒരു ഷാർപ്നറും, പിന്നെ വൈറ്റ് ബോർഡ് വൈപ്പ് ചെയ്യാനുള്ള ഡസ്റ്റർ, പിന്നെ നെയിം സ്ലിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു എഡ്യൂക്കേഷൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, KG1 ആണ്. ഒരുപാട് അവർക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷനാണ് കൊടുക്കുന്നത്. അതായത് അവരെ കൊണ്ട് താങ്ങാവുന്ന ഒരു വിദ്യാഭ്യാസം. അത് ഷാർപ്നർ, അതായത് കൗണ്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് അത് പഠിക്കണം, അതേപോലെ തന്നെ ആൽഫബറ്റ്സും പഠിക്കുക. അതാണ് ബേസിക് എഡ്യൂക്കേഷൻ അവർക്ക് KG1. അതായത് നാട്ടിലെ LKG. എനിക്ക് തോന്നുന്നു നാട്ടിലെ LKG എന്ന് പറയുമ്പം മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദിയും സംസ്കൃതവും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ കണ്ടാൽ നമ്മുടെ മാത്സും ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം അവരെ ഒരു ലാംഗ്വേജ് ഡെവലപ്മെന്റ്, അതായത് ഫോണിറ്റിക്സിന്റെ ആണ് ആദ്യം തുടങ്ങുന്നത്. ഫോണിക് സൗണ്ടും ഫോണിറ്റിക്സ് ഒക്കെയാണ് ആദ്യം. പിന്നെ ഇവർക്കുള്ളത് ഇതേപോലത്തെ ക്ലേ, ഇതൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ക്ലേ പല ഷേപ്സ് ഉണ്ടാക്കുക, ഇത് വെച്ചിട്ട് പൂക്കള്, മരം, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാണ്ടാവും കേട്ടോ ഇവർക്ക്. അപ്പൊ ഇതേപോലത്തെ പിന്നെ പെയിന്റ്, ഫാബ്രിക് പെയിന്റ്, പിന്നെ കണ്ടില്ലേ ക്രയോൺസ്, ഇതിനുള്ള 2 ഡ്രോയിങ് ബുക്ക്. അപ്പൊ ഇവർക്ക് കളിയിലൂടെ എങ്ങനെ പഠിക്കാം എന്നുള്ളതാണ്, താങ്ങാവുന്ന ഒരു വിദ്യാഭ്യാസം. ആ ഒരു സമ്പ്രദായമാണ് ഇവിടുത്തെ രീതി. പിന്നെ UKGയും അത് കഴിഞ്ഞ് അത് കിൻഡർ ഗാർഡൻ അതോടെ കൂടി കഴിഞ്ഞല്ലോ. KG1ഉം KG2. അത് കഴിഞ്ഞ് പിന്നെ വരുന്നതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഫസ്റ്റ് ഇവർക്ക് ലാംഗ്വേജ് വരുന്നത്, അതായത് മലയാളവും പിന്നെ അറബിയും ഉണ്ട് കേട്ടോ. അറബി കമ്പൽസറി ആണ്, പിന്നെ മലയാളമാണ് വരുന്നത്.
മലയാളമോ ഹിന്ദിയോ ഏതെങ്കിലും ഒന്നേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഇഷ്ടം പോലെ. അപ്പൊ ഇനി ഞങ്ങള് മറ്റന്നാളാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പൊ ഇതെല്ലാം റാപ്പ് ചെയ്ത് എല്ലാം മാർക്ക് കൊണ്ട് മാർക്ക് ചെയ്തിട്ട് വേണം വിടാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഫസ്റ്റ് ഡേ തന്നെ കൊടുത്തയക്കിട്ടോ അവർക്ക് സ്കൂളിലേക്ക്. പിന്നെ നമുക്ക് ഇതൊന്നും തിരിച്ചു കിട്ടൂല, എല്ലാ സ്കൂളിലും വെക്കുക ചെയ്യുക. ഇവർക്ക് പ്രത്യേകം ലോക്കറൊക്കെ ഉണ്ടാവും ഓരോ കുട്ടികൾക്കും, അവിടെ വെക്കും. പിന്നെ വീക്കെൻഡിൽ മാത്രം ബുക്സ് മാത്രം നമുക്ക് തിരിച്ചു വിടും. അതായത് 2 ബുക്ക് ഉണ്ടല്ലോ, അതും അതിൻ്റെ 4 ലൈനും സ്ക്വയർ ലൈനിൻ്റെ ആ ഒരു ബുക്കും, അങ്ങനെ 4 ബുക്സ് ഉണ്ടാവും. അത് മാത്രം അവർ വീക്കെൻഡിൽ തന്നു വിടും. ബാക്കിയെല്ലാം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് പഠിക്കാനുള്ളതും കളിക്കാനുള്ളതും ഒക്കെയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വീക്കിൻ്റെ ടൈം ടേബിൾ കിട്ടിയിട്ടോ അവർക്ക്. ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നെക്സ്റ്റ് വീക്കിൽ എന്താണ് പഠിപ്പിക്കുക, ഓരോ ടൈം ടേബിൾ എന്താണെന്നുള്ളതൊക്കെ തരും നമുക്ക്. അപ്പോൾ അതിലുള്ളത് കുറേ സോങ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഫസ്റ്റ് വീക്കിലുള്ളത്. പിന്നെ ഇതുകൂടി പോയി വന്നിട്ട് നമുക്ക് ചോദിക്കാം എന്തൊക്കെയാണ് ഉള്ളത്. ഏതായാലും ഞങ്ങൾ ബുക്കൊക്കെ പൊതിയട്ടെ കേട്ടോ. സത്യം പറയണേ ബുക്ക് പൊതിയാനൊക്കെ മറന്നു പോയിട്ടോ. സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ ബുക്കൊക്കെ പൊതിഞ്ഞിട്ട്. അല്ല സ്കൂളിൽ പഠിക്കുമ്പോഴല്ലേ 10th പ്ലസ് 2 കഴിഞ്ഞതിന് ശേഷം പിന്നെ ബുക്ക് പൊതിഞ്ഞില്ലല്ലോ. കോളേജിലൊന്നും നമ്മൾ പൊതിഞ്ഞല്ലല്ലോ കൊണ്ടുപോവുക. അതുകൊണ്ട് സത്യം പറയാന്ന് വെച്ചാൽ മറന്നുപോയി. ഏതായാലും ഫസ്റ്റ് പൊതിഞ്ഞതൊക്കെ മറന്നുപോയി. നമുക്ക് ആകെ ഇതൊന്നുമില്ലല്ലോ. ഒരു പുസ്തകവും തറാപ്പറ ബുക്കുള്ളൂ, പിന്നെ ഒരു സ്ലേറ്റും. എത്ര ബുക്ക് ഉണ്ടാവും? ഇഷ്ടംപോലെ മേടിച്ച് പൊതി മറ്റേ റോളർ തീർന്നിട്ട് രണ്ടാമത് വീണ്ടും ഇഷ്ടംപോലെ ബുക്കുണ്ട്. പക്ഷെ അന്ന് അത്ര ബുക്കില്ല. അന്നും 10 വിഷയമല്ലേ ഏട്ടാ. സ്വാമിജി അങ്ങയുടെ സ്കൂളിന്റെ പേരെന്താണ്? ഗൈസ് ഞാൻ ഒന്ന് അങ്ങോട്ട് തിരിഞ്ഞിട്ടേ ഉള്ളൂ, അപ്പോഴത്തേക്ക് ഒരാൾ ഇവിടെ ഒട്ടിച്ചിട്ട് നോക്ക്, തല തിരിച്ചിട്ട് ഫേസ്ബുക്ക്. ഇതിപ്പോ പറക്കണം ഒന്നങ്ങോട്ട്. കുറച്ചെടുത്ത് പോയി നിങ്ങൾ രണ്ടാളോട് എന്ത് കളിക്കുക. നല്ല അടിപൊളി ഞാൻ പൊതിഞ്ഞ ബുക്ക്. അങ്ങനെ ബുക്ക് പൊതിയൽ മാമാങ്കം കഴിഞ്ഞു കേട്ടോ. പേരെന്താ? പണ്ടൊക്കെ നമ്മൾ കലണ്ടറോടല്ലേ പുതിയ. ഞങ്ങളിപ്പോ അത് പറയുന്നു. നമ്മളൊക്കെ എന്താണ് കുറച്ച് ഒരു റോൾ ഇത് മേടിക്കും. അപ്പൊ ഞങ്ങള് പറയായിരുന്നു എന്താണ് നമ്മള് എന്താ അല്ലേ കലണ്ടർ കൊണ്ടൊക്കെ പൊതിഞ്ഞു പോവായിരുന്നു. അതെ, കുറച്ച് റോളൊക്കെ മേടിക്കും, പിന്നെ ബാക്കി കലണ്ടർ കൊണ്ടൊക്കെ പൊതിഞ്ഞ് ഒപ്പിച്ച് പോവായിരുന്നു. പിന്നെ മഴ പെയ്യുമ്പോ ആ ബുക്കെല്ലാം നനഞ്ഞ് പിന്നെ വീണ്ടും റോള് മേടിച്ച് പൊതിയും. അതെ, പിന്നെ ഇത് പൊതിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് ബെഡിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കായിരുന്നു ലേട്ടാ, ഒന്ന് അമർന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട്. അതൊക്കെ ഓർമ്മ വരുന്നു. എത്ര കാലായി? അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പം ബാഗ്, ഷൂ, സോക്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചു. പിന്നെ യൂണിഫോം ഒക്കെ അന്ന് ഞങ്ങൾ സ്കൂളിൽ പോയി മേടിച്ചായിരുന്നു. അത് റെഡിമെയ്ഡാണ്, സ്റ്റിച്ച് ചെയ്യിക്കാനൊന്നുമില്ല. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ ഇതൂട്ടിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉപദേശം കൊടുക്കാനുണ്ട്. ഇതൂട്ടി ചോദിച്ചു നോക്കാം നമുക്ക്. ഇതൂട്ടിന്റെ ബസ് നമ്പർ എത്രയാ? ബസ് നമ്പർ 30. ഏത് ക്ലാസ്സിലാ? ഏത് ക്ലാസ്സിലാ? വീണു പോയി. പിന്നെ സ്കൂളിന്റെ പേര്, അത് സ്കൂളിന്റെ പേര്. കുഞ്ഞിന്റെ ക്ലാസ് ഏതാ? സൂപ്പർ. ഇതൊക്കെ എന്താ കയ്യുമ്പില് വരഞ്ഞു വെച്ചത്? സ്റ്റാർ ആണോ? ഇനി സ്കൂളിൽ പോവാൻ ഇഷ്ടാണോ മോക്ക്? ഇച്ചാണോ സ്കൂളിൽ പോവാന്? അമ്മേനെ ഒറ്റയ്ക്കാക്കി പോവാണോ? അല്ല ഏതാ ഇത്? ഗ്രേഡ്
അവൾ തരുന്ന വാങ്ങിക്കും. പിന്നെ ഇവർക്ക് 3 ബ്രേക്ക് ആട്ടോ വരുന്നത്. അതായത് ഇതുകൂട്ടിക്ക് എങ്ങനെയാ സ്നാക്സ് കഴിക്കുക? ഫസ്റ്റ് ബ്രേക്കില് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്, പിന്നെ സ്നാക്സ് ബ്രേക്ക്, സാലഡ് ബ്രേക്ക്. അപ്പൊ ഞങ്ങൾ പറയുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് പറയുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ എടുത്ത് കഴിക്കണം, ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കരുത്, സാലഡ് ബ്രേക്കിന്റെ സാധനം എടുത്ത് കഴിക്കരുത്. സ്നാക്സ് ബ്രേക്കില് എന്താ കഴിക്കുക? സ്നാക്സ് മാത്രം എടുത്ത് കഴിക്കുക കേട്ടോ. നിനക്ക് ടീച്ചർ പറയുമ്പോ അത് എടുത്ത് കഴിക്കുക. ഓക്കെ, ഫസ്റ്റ് ബ്രേക്ക് എന്താ? ഫസ്റ്റ് ബ്രേക്ക് ക്ലാസ് ഏതാ ക്ലാസ് പറ? അത് സ്കൂളിന്റെ പേര്. ക്ലാസ് ഏതാ? ക്ലാസ് കുറച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഏതാ പറ? ക്ലാസ് പറ. KG1D പറ. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഞങ്ങൾക്ക് ഇനി ടിഫിൻ ബോക്സ് ഒക്കെ മേടിക്കാൻ പോകട്ടോ. അന്ന് പോയപ്പോ ടിഫിൻ ബോക്സ് ഒന്നും കിട്ടിയില്ല. അത് ഞങ്ങൾ നോക്കി ടിഫിൻ ബോക്സ് സെയിം കറി ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഒരു ഇതിൽ തന്നെ ഇടാൻ പറ്റി. അപ്പൊ കറി ചിലപ്പോ മിക്സ് ആയിപ്പോ. അപ്പൊ ഇവിടെ അങ്ങനെ മിക്സ് ചെയ്താലൊന്നും കഴിക്കൂല. സെപ്പറേറ്റ് ഉള്ളത് മേടിക്കാന്ന് വിചാരിക്കാൻ പോവാണ്. അപ്പൊ അതിന് പോണെങ്കി ബാക്കിയൊക്കെ സെറ്റായി. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.